നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിന് ശേഷം ഇടുക്കി എംഎൽഎ റോയ് കെ പൌലോസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന മണ്ഡലത്തിൽ പര്യടനം നടത്തി. വിവിധ മേഖലകളിൽ നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് നൽകിയത്. ഇതോടൊപ്പം വിവിധ മേഖലകളിൽ ആളുകൾ എംഎൽഎയെ കാത്തുനിന്ന് നിവേദനങ്ങളും കൈമാറി. കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിന് കേരളത്തിലെ ജനങ്ങൾ നൽകിയ മറുപടിയാണ് യുഡിഎഫിന് ഉണ്ടായ മികച്ച വിജയമെന്നും കേരളത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചും ജനങ്ങളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടും മികച്ച ഭരണം കാഴ്ചവെച്ച യുഡിഎഫ് സർക്കാർ മുൻപോട്ട് പോകുമെന്നും റോയ് കെ പൌലോസ് പറഞ്ഞു. വിഷയങ്ങൾ നമ്മുടെ പൗരമായി ബന്ധപ്പെട്ട ഷോപ്പ് സൈറ്റിലുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതോടൊപ്പമാണ് പ്രാദേശികമായി ഞങ്ങളുടെ കൗൺസിലുകൾ ചൂണ്ടിക്കാണിച്ച ബൂത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാം നമുക്ക് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതെല്ലാം എല്ലാം കൂടി ഒറ്റയടിക്ക് നടക്കില്ല. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസത്തിലെ പത്രങ്ങളിലൂടെ അറിഞ്ഞതാണ്. 4-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാരണം കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ചിരുന്നത് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത് വലിയ പച്ചക്കള്ളമായിരുന്നു. കേരളത്തിൽ ഒരുപാട് പാടങ്ങൾ മാറ്റി ലഭിച്ചുകൊണ്ടാണ് പുതിയ ഗവൺമെന്റിനെ കൈമാറിയിട്ടുള്ളത് എന്നാണ് പ്രകടനം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് എന്താണ് കേരളത്തിന്റെ യഥാർത്ഥ സ്ഥിതി അത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഗവർണർ ഇറക്കിയത്. ആ ഗവർണർ കാര്യങ്ങള് കുറേയേറെ കാര്യങ്ങൾ പത്രത്തിലൂടെ ജനങ്ങളെ അറിയിച്ചിരുന്നു. ആ പദ്ധതിയുടെ സ്ഥിതിയിലുണ്ടാകും നമ്മുടെ കയ്യിൽ 2000 കോടി രൂപ മാത്രമാണ്. ഇടുക്കി എംഎൽഎ റോയ് കെ പൌലോസിന്റെ കട്ടപ്പന മണ്ഡലത്തിലെ പര്യടനം വാടവര കൗന്തിൽ നിന്നുമാണ് ആരംഭിച്ചത്. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് കട്ടപ്പന വെള്ളയാങ്കുടിയിൽ പര്യടനം സമാപിക്കും. വിവിധ മേഖലകളിൽ നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വിപുലമായ സ്വീകരണമാണ് ഒരുക്കിയത്. വിവിധ സ്ഥലങ്ങളിൽ യുഡിഎഫിന്റെ വിവിധ നേതാക്കൾ സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.